മനോഹരമായ ഈ പുഷ്പം കൂടുതൽ വേണമെന്ന് തൻ്റെ പതിയായ ഭീമസേനനോട് ദ്രൗപദി ആവശ്യപ്പെടുന്നു. ആ പുഷ്പത്തിൻ്റെ പേര് കല്യാണ സൗഗന്ധികം എന്നതായിരുന്നു. തൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു വരുന്ന ഭീമസേനൻ കല്യാണ സൗഗന്ധികം എന്ന പുഷ്പം പറിക്കുന്നതിനായി ഗന്ധമാദന പർവ്വതത്തിലേക്ക് യാത്ര തിരിക്കുന്നു. യാത്രയ്ക്ക് നടുവിൽ തൻ്റെ വഴി മുടക്കിക്കിടക്കുന്ന ഒരു വൃദ്ധ വാനരനെ കാണുകയാണ്. വൃദ്ധ വാനരനോട് ഭീമസേനൻ തൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോകുവാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ വൃദ്ധ വാനരൻ തൻ്റെ വാല് നീക്കിക്കൊണ്ട് പൊയ്ക്കൊള്ളുവാൻ ഭീമസേനനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് ഭീമസേനൻ വൃദ്ധവാനരൻ്റെ വാല് മറികടക്കുവാനായി പല ശ്രമിക്കുന്നു. പക്ഷേ ഭീമസേനൻ പരാജയപ്പെടുന്നു. അപ്പോഴായിരുന്നു വൃദ്ധവാനരൻ തൻ്റെ യഥാർത്ഥ വിശ്വസ്വരൂപം ഭീമസേനന് കാണിച്ചു കൊടുക്കുന്നത്. ഭീമസേനൻ്റെ ജ്യേഷ്ഠനായ ഹനുമാനായിരുന്നു വൃദ്ധവാനരനായി വഴിയിൽ മുടക്കിക്കിടന്നത്. ഭീമസേനൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാനായിരുന്നു ഹനുമാൻ വഴി മുടക്കിക്കിടന്നത്. ഭീമസേനനെ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും തുടർന്ന് കല്യാണ സൗഗന്ധികം എന്ന പുഷ്പം പറിക്കുകയും ഹനുമാനെ വന്ദിച്ച് ദ്രൗപദിയുടെ സമീപത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് ഈ കഥയുടെ രത്നച്ചുരുക്കം. ഈ കഥയിൽ ഭീമസേനനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഭാഗമാണ് ലക്ഷ്മി സുരേഷ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. കഥ ആരംഭിക്കുകയാണ്. പിന്നണിയിൽ മൃദംഗം കലാമണ്ഡലം അനിരുദ്ധ്, വായ്പാട്ട് കലാമണ്ഡലം നിമിഷ ശ്രീജിത്ത്. ഏവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞങ്ങളിതാ തുള്ളൽ ആരംഭിക്കുന്നു. തുള്ളലിൻ്റെ വിജയത്തിനായി എല്ലാ പ്രേക്ഷകരും സ്റ്റേജിനെ മുൻവശത്തേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിഹ പിറന്നോരു കോമലും ഗണേശ വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടഖീലോ തീർത്തു രക്ഷിച്ചുകൊള്ളുക വന്ദേറും തമ്പുരാനേ തവ പദകമലും തന്തരം കൈതൊഴുന്നേ
വാണി ദേവി വിളങ്ങണം മമ സദാ ജിഹ്വാഗ്രരംഗേ മുദാ പാണിയിലാക്കി നാദമൃതോ കന്നേ ചൊരിഞ്ഞിടുവാ ശാപവിലോചനേ മനതളീർക്കുള്ളൊരു ഖേദങ്ങളോ ക്ഷീണോ പോക്കിയുടൻ മഹേശ്വരി സദാ രംഗേ വിളങ്ങിടവേ ക്ഷീണ പോക്കിയുടൻ മഹേശ്വരി സദാ രംഗേ വിളങ്ങിടവേ ഗുരു ചരണ പൂജ യുഗമുദാരോ പരിചരണേന വണങ്ങി വണങ്ങി ചൊടുനല്ലൊരു പരിചൊടുനല്ലൊരു കഥ പരമാൻ ബുദ്ധവരി പരിഷതി ഞാനിതാ വന്ദിക്കുന്നേ. ചെൽപ്പൊടു നല്ല കൈതലി വനം തന്നിൽ പുൽപ്പുവേഗം നടന്നു തുടങ്ങിന ഉദ്ധരനാകുന്ന ഭീമസേനൻ തന്നെ പദ്ധതിയിൽ മുടക്കി കിടക്കുന്ന വൃദ്ധനായൊരു ബലിമുഖനെ കണ്ടു വൃദ്ധനായി നമ്മുടെ മാർഗേ കിടക്കുന്ന നമ്മുടെ മാർഗേ കിടക്കുന്ന നമ്മുടെ മാർഗേ കിടക്കുന്ന വക്കടാനിയം മാറിക്കിടാശടാ വക്കടാനിയെങ്ങു മാറിക്കിടാശടാ ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിരക്കിടാ തോന്നുക എന്തിനാ സംഗതി നിരക്കിടാ തോന്നുവാൻ എന്തിനാ സംഗതി നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന ഭൂമിക്കുരങ്ങു കാട്ടിൽ കിടക്കുന്ന ഭൂമിക്കുരങ്ങു നീ ഒട്ടും പകതിരിയില്ലാത്തവല്ലാത്ത ഒട്ടും പകതിരിയില്ലാത്തവല്ലാത്ത ഒട്ടും പകതിരിയില്ലാത്തവല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ മരം ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ ചാട്ടത്തിൽ നിന്നും
പറയുന്നതെന്തു നീ കേട്ടുമാറാ എനിക്കേതും എഴുതേനാ മറ്റൊരു മാർഗമായി പൊയ്ക്കൊള്ളലേ ഭവാൻ മുറ്റമല്ലി പുനർഗച്ഛനേ കാണേണോ കണ്ണും തിരിയാ ശരീരം വിറയ്ക്കുന്നു കണ്ണും തിരിയാ ശരീരം വിറയ്ക്കുന്നു കണ്ണും തിരിയാ ശരീരം വിറയ്ക്കുന്നു ഖണ്ഡം പലരുണ്ട് എന്റെ കയ്യിലും കാലിനും ശക്തിയില്ലാതെയാ കയ്യിനും കാലിനും ശക്തിയില്ലാതെയാ കയ്യിനും കാലിനും ശക്തിയില്ലാതെയാ കയ്യും തളരുന്നു കൊയ്യല്ല പുരുഷ അയ്യോ പരമാർത്ഥമേതും ഗ്രഹിക്കാതെ അയ്യോ പരമാർത്ഥമേതും ഗ്രഹിക്കാതെ അയ്യോ പരമാർത്ഥമേതും ഗ്രഹിക്കാതെ നീ എന്തു ശാഠ്യം തുടങ്ങുന്നിതെന്നോട് നീ എന്തു ശാഠ്യം തുടങ്ങുന്നിതെന്നോട്